ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി വ്ളോഗാണ്. അതിൻ്റെ ഒരു ടെമ്പിൾ വിസിറ്റാണ്. സോ ഗായ്സ്, നമ്മളിപ്പോൾ ക്ഷേത്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ ക്ഷേത്രത്തിലെത്തി. ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് എന്തോ ഫോട്ടോഷൂട്ട് അങ്ങനെ എന്തൊക്കെ നടക്കുന്നു. പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല, ഇനി കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് പോവാം. അങ്ങനെ ഇവിടെ പോണ വഴിയിൽ തന്നെ ഒരുപാട് പൂവൊക്കെ വീണെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ഈ ക്ഷേത്രത്തിൻ്റെ പേര് മണ്ണൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. ഇതാണ് എന്താ പറയുക, ഈ ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ ശിവനാണ്. ഇതാണ് കേട്ടോ കൗണ്ടർ. ഈ കാണുന്നത് വിഷ്ണു ക്ഷേത്രമാണ്, ഇത് ശിവക്ഷേത്രം. രണ്ട് ക്ഷേത്രങ്ങൾ തന്നെ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൗണ്ടറിൽ എഴുതിച്ചതിന് ശേഷം ശിവക്ഷേത്രത്തിലോട്ടാണ് ആദ്യം തന്നെ പോണത്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. നമ്മൾ പോണ വഴിക്ക് രണ്ട് വാതിൽ കടന്നിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ അകത്തോട്ട് കയറി. ഇവിടെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ നടയിൽ തൊഴാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടേൻ്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ ശിവൻ്റെ പ്രതിഷ്ഠ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ശിവൻ്റെ വാഹനമായ നന്ദീൻ്റെ ഒരു ശില്പവും കൂടിയുണ്ട്. ഫേസ് ടു ഫേസ് ആണ് രണ്ടും നിൽക്കുന്നത്. അപ്പം നമ്മളിനി ക്ഷേത്രം വലം വെക്കാൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഓരോ സൈഡായിട്ട് ഞാൻ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. പരശുരാമൻ സ്ഥിരീകരിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. മഴ പെയ്തുകൊണ്ട് ഭയങ്കര വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. പ്രസാദമല്ല, നമ്മൾ തൊഴുത് വരുമ്പോൾ നമുക്ക് കുറി കിട്ടി. പിന്നെ പ്രസാദം വാങ്ങാൻ വേണ്ടി പ്രസാദ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നേ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴണം. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലായിട്ടൊരു ആൽമരമുണ്ട്. ഇതാണ് നമ്മുടെ വിഷ്ണു ക്ഷേത്രം. ഇനി നമുക്ക് അകത്തോട്ടേക്ക് ക്യാമറയൊന്നും എടുക്കാൻ പറ്റില്ല, അപ്പോൾ ചുറ്റും മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്നൊക്കെ പ്രസാദം കിട്ടിയിട്ട് നമ്മൾ പായസ കൗണ്ടറിൽ വന്നു പായസം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പായസം കിട്ടി. ഇനി നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കുഞ്ഞ് അയ്യപ്പ ക്ഷേത്രം കൂടെ ഉണ്ട്. ഇതൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത്. നമ്മളിങ്ങനെ വേറെ എന്താ പറയുക സൈഡിലോട്ട് പോകണമെന്ന് മാത്രം. അപ്പം നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. ഇതാണ് അയ്യപ്പ ക്ഷേത്രം. പുറത്ത് നമുക്ക് എഴുതിരിയൊക്കെ കത്തിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു കുട്ടി ക്ഷേത്രം തന്നെയാണ്. ഇവിടേക്ക് നമുക്ക് ഫോണൊക്കെ അലൗഡ് കേട്ടോ. അങ്ങനെ നമ്മളിത് തൊഴുതതിന് ശേഷം ഇത് സൈഡിൽ അതിൻ്റെ കുഞ്ഞ് വഴിയുണ്ട്. അപ്പോൾ കുഞ്ഞ് വഴിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തിച്ചേരാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ ഒരുപാട് വെള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ പൂവുകൊണ്ട് ആരും മാല പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എടുക്കാൻ മറന്നാണോ അത് അവിടെ തന്നെ വെച്ചാണോ അറിയില്ല. അപ്പോൾ കുറേ പൂവുള്ളതുകൊണ്ട് ഞാനും കുറച്ച് പെറുക്കി. അപ്പോൾ ഇതാണ് ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കരിങ്ങാലി ക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രമാണ്, കരിങ്ങാലി ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അങ്ങോട്ടും കൂടി തൊഴാൻ വേണ്ടി പോവുകയാണ്. അങ്ങോട്ടൊരു ഇറക്കമാണ്. ഇവിടെ ഒരു ഇറക്കമായതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. അപ്പോൾ ഈ പോണ വഴിക്ക് ഞാൻ പെറുക്കിയ വെള്ളപ്പൂവിൻ്റെ വേറൊരു കളർ വേർഷൻ കണ്ടു, ഒരു പിങ്ക് കളർ. നമ്മുടെ ദേവീക്ഷേത്രം എത്താനായി. കുറച്ചുകൂടി തന്നെ നമ്മളുടെ ദേവീക്ഷേത്രം ഇതാണ്. നമുക്കിവിടെ അങ്ങനെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങനെ ഭയങ്കര കുറച്ച് ദൂരത്തുനിന്ന് കാണിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിരിക്കും. ബൈ ബൈ.